ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. റൈസിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു മിക്സഡ് വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഓട്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിന്റെ 1/4 ഭാഗം ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 250 ml കപ്പില് 1/4 കപ്പ് കോളിഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് വെന്ത് കിട്ടാൻ ഈ ഒരു കോളിഫ്ലവറിനെക്കാളും ക്യാപ്സിക്കത്തിനേക്കാളും കുറച്ചുകൂടി ടൈം കൂടുതൽ എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് ആദ്യം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ബീൻസ് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാത്രത്തിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ നമ്മളിവിടെ ആദ്യം ഒരു വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ബട്ടർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓട്സ് പൗഡർ ആണ്. ഈ ഒരു ഓട്സ് പൗഡർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓട്സ് ഒരു പാത്രത്തിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഈ ഒരു ഓട്സ് പൗഡർ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ ബട്ടറിലൊന്ന് ചൂടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ മൈദയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അതിന് പകരമാണ് നമ്മളിവിടെ ഓട്സ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓട്സ് ആക്കുമ്പോൾ ഹെൽത്തിയും ആണ്. അതേസമയം എനിക്കങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു വൈറ്റ് സോസിനും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിനി എപ്പോഴെങ്കിലും പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ വൈറ്റ് സോസ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് നമ്മൾ ഓട്സ് പൗഡർ അത്യാവശ്യം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഓട്സും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു കറി ആയതുകൊണ്ട് തന്നെ സാധാരണ വൈറ്റ് സോസ് പോലെയല്ല, ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 10 ചെറിയ പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിന് ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു കളറ് നമ്മൾ ഓട്സ് റോസ്റ്റ് ചെയ്തെടുത്ത കളറാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. കറി അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെജിറ്റബിൾസും പനീറും ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. കാരണം ഇത് ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓട്സ് ചേർത്തിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ജീര റൈസിന്റെ കൂടെയാണ് കഴിക്കുന്നത്. ഈ ഒരു കറി ജീര റൈസിന്റെ കൂടെയും ബസ്മതി റൈസിന്റെ കൂടെയും അടിപൊളി ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ സാധാരണ ബോയിൽഡ് റൈസിന്റെ കൂടെയൊന്നും ഇത് അത്രക്ക് ടേസ്റ്റ് ഉണ്ടായില്ല. വെജിറ്റബിൾസും പനീറും ഓട്സും എല്ലാം കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.